നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. കടുങ്ങാത്തുകുണ്ട് സപ്ലൈകോ NFSA ഗോഡൌണിൽ നിന്നും 2,78,00,000 രൂപയുടെ ധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അഴിമതിയിൽ പൊതുജന പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 15 വൈകിട്ട് 3:30 കടുങ്ങാത്തുകുണ്ട് ടൗണിൽ നടത്തുന്ന പ്രതിഷേധ ജ്വാല DCC പ്രസിഡന്റ് VS ജോയി ഉദ്ഘാടനം ചെയ്യും. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. 2021 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള സ്റ്റോക്കിൽ രജിസ്റ്റർ ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ തിരിമറി നടത്തി 278 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായി വകുപ്പ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളതായി തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ മൂക്കിന് താഴെ ഞെട്ടിക്കുന്ന ഒരു വലിയ അഴിമതി, ഈ ഭക്ഷ്യധാന്യങ്ങൾ മറിച്ചു വിറ്റു എന്ന അഴിമതി ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഗോഡൌണിൽ ഒരു ക്യാമറയോ മറ്റ് സംവിധാനങ്ങളോ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങൾ പോലും ഇല്ല എന്നുള്ളത് പറയുന്നത് വളരെ വിരോധാഭാസമാണ്. ഇതിന് പിന്നിൽ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് കേരളത്തിൽ ഇത്തരം അഴിമതികൾ നടക്കുന്നത്. ഒരു 2022 അന്നത്തെ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചിരുന്നു. അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൈകാര്യ കിഴിവ് എന്ന് പറഞ്ഞിട്ട് ഒരു 100 കിൻഡൽ അരിക്ക് അതിൽ 100 ഗ്രാം 200 ഗ്രാം കിഴിവ് അനുവദിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് ജീവനക്കാരുടെ ബാധ്യതയല്ല, അത് സർക്കാരിൻ്റെ ബാധ്യത ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് വെച്ചിരുന്നു. അത് ഇത്തരത്തിലുള്ള അഴിമതിക്കൊരു വളമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകൾ നടക്കുന്നത്. റേഷൻ വിതരണത്തിനുൾപ്പെടെയുള്ള അരി, ആട്ട, ഗോതമ്പ് എന്നിവയാണ് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. പൊതുവിപണിയിൽ വില കുതിച്ചു വരുമ്പോൾ കോടികളുടെ അഴിമതിയാണ് സപ്ലൈകോയിൽ നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ സപ്ലൈകോ ഗോഡൌണുകളിൽ സമാനമായ വെട്ടിപ്പ് വ്യാപകമായി നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷ്യഭദ്രതാ നിയമത്തിലൂടെ അഴിമതി തടയുന്നതിന് മികച്ച സംവിധാനമുള്ളപ്പോഴും സപ്ലൈകോയിൽ നടന്ന വെട്ടിപ്പ് ഞെട്ടിക്കുന്നതാണ്. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാതെ ഇതിന് പിന്നിലുള്ള വൻ കൊള്ളക്കാരെ കണ്ടെത്തണമെന്നും വെട്ടിപ്പ് കൃത്യമായി ഓഡിറ്റിൽ ബോധ്യപ്പെട്ടതിനാൽ ജീവനക്കാരെ പിരിച്ചുവിട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പാവങ്ങൾക്ക് ലഭിക്കേണ്ട റേഷൻ ഭക്ഷ്യസാധനങ്ങൾ കടത്തി 2,75,00,000 രൂപയുടെ വൻ അഴിമതിയിൽ പൊതുജന പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 15 വൈകിട്ട് 3:30 കടുങ്ങാത്തുകുണ്ട് ഗോഡൌണിൽ നടത്തുന്ന പ്രതിഷേധ ജ്വാല DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് കൽപ്പകഞ്ചേരി, വൈസ് പ്രസിഡന്റുമാരായ ഫസലുദ്ദീൻ വാരണാക്കര, ഞാറക്കാട് കുഞ്ഞിമോൻ, അബ്ദുറഹ്മാൻ ഹാച്ചിവി, അബൂബക്കർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ.